അതെ, ഒർലാൻഡോയിലെ മൂന്നാമത്തെ ദിവസമുണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയണ്ടേ. ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മളിതേ രാവിലെ തന്നെ ഇറങ്ങിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. നമ്മളിപ്പോൾ ഇതേ താമസിക്കുന്ന ഹോട്ടലിലാണ് ഉണ്ടാകുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ട, ഇത് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്. ഇവിടെ നിന്നാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. ലോകപ്രസിദ്ധമായ ഡിസ്നി വേൾഡിനോട് ചേർന്നുള്ള ഡിസ്നി സ്പ്രിങ്സിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഷോപ്പിങ്ങുകളുടെ പർദീസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ലോകോത്തര ബ്രാൻഡുകളായിട്ടുള്ള ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, കഫേകളൊക്കെ ഇവിടെയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് M&M എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. എന്തോരം ചോക്ലേറ്റുകളാണെന്ന് അറിഞ്ഞാൽ ഇത് നോക്കിക്കണ്ടേ. പല കളറിലായിട്ടും പല ഫ്ലേവറിലായിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ ജെംസ് മിഠായി പോലെ ഇരിക്കും ഈ ഒരു സംഗതി. ദിനോസറിന്റെ തീമിലുള്ള റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തതായിട്ട് നമ്മൾ വന്നേക്കുന്നത് ഐക്കോൺ പാർക്കിലാണ്. അത്യാവശ്യം നൈറ്റ് വൈബൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗെയിംസുകൾ, റെസ്റ്റോറൻറ്റുകൾ, മ്യൂസിയം ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഗെയിം എന്ന് പറയുന്നത് ഇതാണ്. വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ എന്ത് തിരക്കാണെന്ന് അറിഞ്ഞാൽ. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഒർലാൻഡോയിൽ വളരെ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട പ്ലേസാണിത്.